പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 2ാം സെമസ്റ്ററിലെ നിരൂപണ സാഹിത്യത്തിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാഷാശാസ്ത്രത്തിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നതിന് വളരെ സന്തോഷമുണ്ട്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, അടിത്തറ മേൽപ്പുര സങ്കല്പം വിവരിക്കുക. ചരിത്രപരമായ ഭൗതികവാദത്തിൽ അടിയുറച്ചതാണ് മാർക്സിസം. അടിത്തറ മേൽപ്പുര സിദ്ധാന്തം മാർക്സിസ്റ്റ് ദർശനത്തിലെ നിയാമക ഘടകമാണ്. ഉൽപാദന ബന്ധങ്ങളും വിനിമയ വിതരണ ഘടകങ്ങളും ചേരുന്നതാണ് സമൂഹത്തിൻ്റെ സാമ്പത്തിക ഘടന. ഉൽപാദന ബന്ധങ്ങളും വിനിമയ വിതരണ ഘടകങ്ങളും ചേരുന്നതാണ് ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക ഘടന എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക ഘടന തന്നെയാണ് അടിത്തറ. അടിത്തറയിലാണ് രാഷ്ട്രീയം, നിയമം, മതം, ഭാഷ, സാഹിത്യം, കല തുടങ്ങിയവ ഉൾപ്പെടുന്ന മേൽപ്പുര അഥവാ ഉപരിഘടന ഉണ്ടാകുന്നത്. അപ്പോൾ സാമ്പത്തിക ഘടന തന്നെയാണ് അടിത്തറ. അടിത്തറയിലാണ് രാഷ്ട്രീയം, നിയമം, മതം, ഭാഷ, സാഹിത്യം, കല തുടങ്ങിയ മേൽപ്പുര അഥവാ ഉപരിഘടനയുള്ളത്. മനുഷ്യരുടെ മാനസിക ശക്തിയും ആസ്വാദനക്ഷമതയും സൃഷ്ടിന്മുഖതയെല്ലാം മേൽപ്പുരയുടെ ഭാഗങ്ങളാണ്. അടിത്തറയും മേൽപ്പുരയും തമ്മിൽ ദൃഢമായ പരസ്പര ബന്ധമുണ്ട്. ആദാനപ്രദാനവും നടക്കുന്നു. സാമൂഹിക ബോധത്തിൻ്റെ ഒരു രൂപമെന്ന നിലയിൽ സാഹിത്യം രാഷ്ട്രീയത്തെക്കാൾ സ്വതന്ത്രവും സ്വയം നിശ്ചിതവുമാണ്. സാഹിത്യത്തിൻ്റെ സ്വയം നിർണയാവസ്ഥക്ക് ദൂരവ്യാപകമായ പ്രതിഫലനങ്ങളുണ്ട്. ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയിലുണ്ടാകുന്ന കലാസാഹിത്യ സൃഷ്ടികൾ പൊതുവെ നോക്കിയാൽ ആ വ്യവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും. സാഹിത്യത്തിന് അന്യമായി ജീവിതത്തിൽ ഒന്നുമില്ലെന്ന യാഥാർത്ഥ്യത്തിൽ നിന്നാണ് മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്രം ഉറച്ചു നിൽക്കുന്നത്. സമൂഹത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി സർഗവ്യാപാരം നടത്തുന്ന സാഹിത്യകാരൻ ചൂഷിതരുടെ ചേരിയിലാണ് നിൽക്കേണ്ടത്. ചരിത്രബോധത്തിൻ്റെ അഭാവത്തിൽ സാഹിത്യ വിമർശനം ദുർബലമാകുമെന്ന് മാർക്സിസ്റ്റ് കലാചിന്തകർ അഭിപ്രായപ്പെടുന്നു. രണ്ടാമത്തെ ചോദ്യം, മഹാഭാരതം ഇന്നും പ്രസക്തമാകുന്നതിൻ്റെ കാരണമായി മാരാർ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? ഇതിഹാസ കഥാപാത്രങ്ങളെക്കുറിച്ച് കുട്ടിക്കൃഷ്ണമാരാർ നടത്തുന്ന നിരൂപണമാണ് ഇതിഹാസ കഥാപാത്രങ്ങൾ. മനഃശാസ്ത്രമറിഞ്ഞ ഇതിഹാസകർത്താക്കൾ നന്മയും തിന്മയും എളുപ്പം വേർതിരിക്കാനാകും വിധമുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു. ഇതിഹാസ കഥാപാത്രങ്ങൾ കേവലാദർശ കഥാപാത്രങ്ങളല്ലെന്നും യഥാർത്ഥ മനുഷ്യൻ്റെ വലുപ്പം കൂടിയ ക്ലോസപ്പുകളാണെന്നും മനസ്സിലാക്കണമെന്നും മാരാർ പറയുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ മനോഗതം പരിശോധിക്കുമ്പോൾ ഇതിഹാസ നായകന്മാർ സർവഗുണസമ്പന്നർ മാത്രമല്ല, ദോഷങ്ങളും തികഞ്ഞവരാണ്. പ്രതിനായകനിലെത്തുമ്പോൾ സകല ദുർഗുണങ്ങളും നിറഞ്ഞവർ മാത്രമാകുന്നില്ല രാവണൻ. സീതയിൽ പാതിവൃത്യവും രാമനിൽ പിതൃഭക്തി, സഹോദര സ്നേഹം, പ്രജാസ്നേഹം എന്നിവയും മുന്നിൽ നിൽക്കുന്നുണ്ട്. സീതയുടെ സതീവ്രതം അലോകസാമാന്യമെന്ന് തന്നെ പറയണം. എന്നാലും ഒരു പുഴുക്കുത്തുമില്ലാത്ത ആമാടയല്ല അതെന്ന് മാരാർ ഉദാഹരിക്കുന്നു. മായാമൃഗകഥയിൽ സീതക്ക് തനിക്ക് കാവൽ നിൽക്കുന്ന ലക്ഷ്മണനെ ഇല്ലാത്ത അപരാധം പറഞ്ഞ് ആട്ടിയകറ്റുന്നു. ജ്യേഷ്ഠനെയും ഭാര്യയെയും അതിയായി സ്നേഹിച്ച ശുദ്ധഗതിക്കാരനിൽ അത്തരമൊരു ശകാരവശം നടത്തിയ സതീരത്നമായ സീതക്ക് യോജിച്ചതല്ല. അത് മനുഷ്യസഹജമായ ദോഷഗുണമാണ്. ലോകത്തെ സകല സ്വഭാവങ്ങളും ഗുണദോഷങ്ങളും നന്മ തിന്മകളും ചേർത്ത് തയ്യാറാക്കിയ കാര്യമാണ് മഹാഭാരതം. അതിൽ പ്രതിഫലിക്കുന്നത് സാധാരണ മനുഷ്യൻ്റെ പ്രതിബിംബങ്ങളാണ്. കുറെ കൂടി വലിപ്പമുണ്ടെന്നു മാത്രം. അതിനാലാണവ ഇന്നും പ്രസക്തമാകുന്നത്. അടുത്ത ചോദ്യം, കല്യാണി നാടക നിരൂപണം. കുറിപ്പ് തയ്യാറാക്കുക. കൊച്ചുണ്ണി തമ്പുരാൻ്റെ കല്യാണി നാടകത്തെ ആധാരമാക്കി വിദ്യാവിനോദിനിയിൽ പ്രസിദ്ധീകരിച്ച 2 ലേഖനങ്ങൾ ചേർന്നതാണ് CP അച്യുതമേനോൻ്റെ കല്യാണി നാടക നിരൂപണം. CP അച്യുതമേനോൻ എഴുതിയ ആദ്യത്തെ ഗ്രന്ഥ വിമർശനമായിട്ടാണ് കല്യാണി നാടക നിരൂപണം അറിയപ്പെടുന്നത്. CPയുടെ വിമർശന പദ്ധതി രസനിഷ്ഠ വിമർശനത്തിൻ്റെതായിരുന്നു. അക്കാലത്ത് മലയാളത്തിൽ പ്രബലമായിരുന്ന
അലങ്കാര നിഷ്ഠമായ എഴുത്തിനോടുള്ള വെല്ലുവിളിയായിരുന്നു അത്. ഭാരതീയ രസപദ്ധതിയെ പിന്തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശന ധാര നിലനിന്നത്. അഭിനവഗുപ്തൻ്റെ സ്വയം സംവേദന സിദ്ധാന്തത്തിലെ രസമെന്ന വാദത്തിൻ്റെയും വിശ്വനാഥൻ്റെ ചതുർവർഗ ഫലപ്രാപ്തി എന്ന വാദത്തിൻ്റെയും സമന്വയം സി പിയുടെ വിമർശനത്തിൽ കാണാം. അതുകൊണ്ട് തന്നെയാണ് പാശ്ചാത്യ ഇംപ്രഷനിസ്റ്റ് വിമർശന പദ്ധതിയുടെ വക്താവായിരുന്നു സി പി എന്ന് പറയാൻ കഴിയുന്നതും. അടിസ്ഥാനപരമായി നോക്കിയാൽ രസനിഷ്ഠമാണ് ഇംപ്രഷനിസ്റ്റ് വിമർശനം. സ്വയം ഇച്ഛയ്ക്കനുസരിച്ച് മുന്നോട്ട് പോവുകയും കാവ്യപ്രയോജനത്തോട് വിമുഖത പുലർത്തുകയും ചെയ്യുന്ന ഒരു ചിന്താധാരയാണ് ഇംപ്രഷനിസം. എന്നാൽ സി പി ഈ രണ്ട് പ്രവണതകളുടെയും വിപരീത ദശയിലായിരുന്നു. കാവ്യപ്രയോജനത്തിന് പ്രാധാന്യം നൽകുകയും നിരൂപണത്തിൽ സ്വന്തം താൽപ്പര്യത്തെക്കാൾ പ്രാധാന്യം കൃതിയുടെ മൂല്യത്തിനും നിരൂപണത്തിൻ്റെ നൈതികതയ്ക്ക് നൽകുകയും ചെയ്തു. വ്യക്തമായി പറഞ്ഞാൽ ഒരു നിർദ്ദിഷ്ട കൃതിയെ മുൻനിർത്തി സ്വന്തം താൽപ്പര്യം പറഞ്ഞു പോവുകയല്ല സി പി ചെയ്തത്. അക്കാലത്ത് സന്മാർഗധാരക്ക് വിരുദ്ധമായ കലാപ്രകടനത്തെ അദ്ദേഹം അനുകൂലിച്ച് കാണുന്നില്ല. അതിന് ദൃഷ്ടാന്തമാണ് കല്യാണി നാടകത്തിലെ പരധാരാഗമനത്തെ അദ്ദേഹം വിമർശിച്ചത്. മറ്റൊന്ന് ചാക്യാർകൂത്തിലെ മലിനമായ ഫലിതപ്രയോഗത്തെ വിമർശന വിധേയമാക്കിയത്. പടിഞ്ഞാറൻ ഇംപ്രഷനിസം കലയിലും വിമർശനത്തിലും പൂർണ്ണമായി പ്രതിഫലിച്ച ലിബറലിസം ആയിരുന്നു. അതുപോലെ തന്നെ സി പിയിലെ ലിബറലിസ്റ്റ് മനസ്ഥിതിയും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള മട്ടിലുള്ള രസപദ്ധതിയും സ്വാഭാവിക ബന്ധമുള്ളതാണ്. ആരോഗ്യപരമായ ഒരു വിമർശന പദ്ധതിയുടെ വക്താവുക, വിമർശന സമ്പ്രദായം അവതരിപ്പിക്കുക, അതിനൊരു സജീവ ഗദ്യശൈലി സ്വരൂപിച്ചെടുക്കുക, ഇതും മൂന്നും സി പി അച്യുതമേനോൻ്റെ സംഭാവനകളായിരുന്നു. കല്യാണി നാടകത്തിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റി വിസ്തരിച്ച് പറയുവാനുണ്ടെന്ന് നിരൂപണത്തിൽ പറയുന്നുണ്ട്. ആദ്യമായി നാടകത്തിലെ കഥ അപൂർവമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. കല്യാണി നാടകത്തിലെ കഥ അപൂർവവും കവി സൃഷ്ടവുമാണ്. കാവ്യത്തിൽ ഗുണങ്ങളെ വരുത്താൻ കവി യത്നിച്ചിട്ടുണ്ടെങ്കിലും കഥാരസം ഒരുമാതിരിയാണെന്ന് പറവാൻ കഴിവൂ. തുടർന്ന് കഥയുടെ പുതുമയെയും കഥാഗതിയെയും കുറിച്ച് കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. രസപദ്ധതിയെ ആധാരമാക്കിയാണ് കല്യാണി നാടകത്തെ വിലയിരുത്തിയിരിക്കുന്നത്. വാക്യങ്ങൾക്ക് പറയത്തക്ക ദോഷങ്ങൾ ഒന്നും ഇല്ലെങ്കിലും ഗുണം മതിയായിട്ടില്ല. ഓജസ്സും ചൊടിയും കുറെ കൂടി ആയാലേ നാടകത്തിലെ വാക്യങ്ങൾക്ക് സാരസ്യം മതിയാവുകയുള്ളൂ. ഇംഗ്ലീഷിലുള്ള ചില പ്രസിദ്ധ നാടകങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് ഇത് പറഞ്ഞത് അനുഭവമായിരിക്കും. ശബ്ദഭംഗി വരുത്തുവാൻ ശ്രമിച്ചിട്ടില്ലാത്തതിനാൽ നിരർത്ഥ പദങ്ങളോ അർത്ഥഭംഗിക്കുറവോ ഇല്ല. ഗ്രന്ഥങ്ങളുടെ ഗുണദോഷങ്ങളെ വിശദീകരിക്കുന്ന വിമർശന സമ്പ്രദായം മലയാളത്തിൽ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഇത്രയും ദീർഘമായി നാടക നിരൂപണം നടത്തിയതെന്നും അസാമാന്യ മനോധർമ്മവും കവിതാവാസനയുമുള്ള കൊച്ചുണ്ണി തമ്പുരാന് കൂടുതൽ ഉത്കൃഷ്ടമായ കാര്യങ്ങൾ രചിക്കാൻ സാധിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് നാടക നിരൂപണം അവസാനിക്കുന്നത്.